പശ്ചിമേഷ്യയിൽ യുദ്ധസംഘർഷം കടുക്കുകയാണല്ലോ. ഈ സംഘർഷത്തെ തുടർന്ന് ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് മലയാളി പ്രവാസികളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. സന്ദർശക വിസയിൽ കുടുംബങ്ങളെ ഗൾഫിൽ എത്തിച്ചവരാണ് യാത്രാവിലക്ക് മൂലം ഏറ്റവും അധികം ദുരിതം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UAEയിൽ തന്നെ സന്ദർശക വിസയുടെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ കനത്ത പിഴയാണ് ഈടാക്കുന്നത്. ആദ്യ ദിവസത്തെ പിഴയായി 250 ദർഹവും, അതായത് ഏകദേശം 6308 രൂപ. തുടർന്നുള്ള ഓരോ ദിവസത്തിനും 50 ദർഹവും, അതായത് 1262 രൂപയും നൽകണം. ഇതിനു പുറമെ തന്നെ 69 ദർഹം, അതായത് 1716 രൂപ എക്സിറ്റ് ഫീസായും അടയ്ക്കേണ്ടതുണ്ട്. കണ്ണൂർ സ്വദേശിയായ സാബിറിനും കുടുംബത്തിനും നേരിട്ടത് സമാനമായ ദുരനുഭവമാണ്. സന്ദർശക വിസയിൽ ഭാര്യയെയും 2 കുട്ടികളെയും ഗൾഫിൽ കൊണ്ടുവന്ന സാബിറിന് വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് ഒരു ദിവസം കൂടി അവിടെ തങ്ങേണ്ടി വന്നപ്പോൾ ചിലവായിരിക്കുന്നത് 28,000-ലധികം രൂപയുമാണ്. പിന്നീട് ഡൽഹിയിലേക്കാണ് ഇവർക്ക് വിമാന ടിക്കറ്റ് ലഭിക്കുന്നതും. കണ്ണൂരിലേക്കുള്ള വിമാന ടിക്കറ്റ് താങ്ങാവുന്നതിലും അപ്പുറമായതിനാൽ 3 ദിവസം ഡൽഹിയിലെ ഹോട്ടലിൽ തങ്ങിയ ശേഷം ട്രെയിൻ മാർഗമാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നതും. പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യൻ വിമാന കമ്പനികൾ ഇതുവരെ 10,000-ഓളം സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ പകുതിയും ഗൾഫ് മേഖലയിൽ നിന്നുള്ളവയുമാണ്. യുദ്ധത്തിന് മുൻപ് ഗൾഫിൽ നിന്നും പ്രതിദിനം 300 മുതൽ 350 വരെ സർവീസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 80 മുതൽ 90 വരെയായി ചുരുങ്ങിയിരിക്കുകയുമാണ്.